നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മരിച്ചു. അരിമത്തിയയിലെ യോസേപ്പിന്റെ കല്ലറയിൽ കൊണ്ട് അടക്കി. 100 പടയാളികളെ കാവലേർപ്പെടുത്തി മുദ്ര വെച്ചു, കല്ലുരുട്ടി വെച്ച്. പക്ഷെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. സ്തോത്രം, ഉയർത്തു. ഈ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു. നിങ്ങളെല്ലാം വചനത്തിൽ തിട്ടമുള്ളവരാണെന്ന് എനിക്കറിയാം. പാസ്റ്റർമാരും ചാടി പറയരുത്. ഷൂ പാസ്റ്ററുടെ മുന്നിൽ മൈക്കുള്ളത് കൊണ്ട് ചാടി പറയരുത്. സ്തോത്രം. 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അങ്ങനെ ചിന്തിക്കണം. ഇസഹാക്കിൻ്റെ കല്യാണം എത്ര അധ്യായത്തിലാ? നിങ്ങളെ വിളിച്ചില്ലല്ലോ അല്ലേ? 24. ഇസഹാക്കിന്റെ വിവാഹം നടക്കുന്ന 24-ലാണ്. ഉത്തമത്രിയായ പാലയെ തിരഞ്ഞ പ്രാപിൻ പ്രത്യാവരൻ ചെയ്ത വേലയെ. ഉത്തമത്രിയായ പാലയെ തിരഞ്ഞ പ്രാപിൻ പ്രത്യാവരൻ ചെയ്ത വേലയെ. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് പാടുന്നില്ല. അപ്പൊ 24-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ കല്യാണം. 23-ാം അധ്യായം സാറയുടെ മരണം. അതൊരു സങ്കടകരമാണ്, സാറായുടെ മരണം. അപ്പോൾ ഒരു ചിന്ത, 22-ൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അധികം താമസിക്കാതെ ഇസഹാക്കിന്റെ കല്യാണം നടക്കുക. 22-ൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്ത ഇസഹാക്കിനെ ആണല്ലോ അബ്രഹാം തിരിച്ചു കൊണ്ടുവന്നേ. 22-ൽ മരിച്ചു, അടക്കപ്പെട്ട് ഇസഹാക്ക് ഉയർത്തു. അങ്ങനെ അതിരികെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 23-ാം അധ്യായത്തിൻ്റെ ഒരു ചെറിയ വിടവേ ഉള്ളൂ, അത് സാറയുടെ മരണമാണ്. എന്നാൽ അധികം താമസിക്കാതെ 24-ൽ ഇസഹാക്കിൻ്റെ കല്യാണമാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ പ്രത്യാശ ഒന്നുകൂടെ പുതുകട്ടെ. കാൽവറിയിൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അരിമശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് അവർ നോക്കി നിൽക്കുമ്പോൾ കയറി. അധികം താമസിക്കാതെ തിരുസഭയെ വേളുകടിക്കാൻ വരുവാ. 22-ലെ സംഭവത്തിന് അധികം താമസിക്കാതെ 24-ൽ വിവാഹം നടന്നെങ്കിൽ ആമൻ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അധികം താമസിക്കാതെ തിരിച്ചു വന്ന് തിരുസഭയെ വേളുകടിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. കാന്തനും കാന്തയും ചേർന്നുള്ള വാസം, കാന്തനും കാന്തയും ചേർന്നുള്ള വാസം ആരാൽ വർണ്ണിച്ചിട, ആരാൽ വർണ്ണിച്ചിടാമേൻ, ആരാൽ വർണ്ണിച്ചിട. യേശു എൻ കാന്തൽ ഞാനവൻ കാന്ത, യേശു എൻ കാന്തൽ ഞാനവൻ കാന്ത, വേളി കഴിച്ചിടുമേ, ആ വേളി കഴിച്ചിടുമേ, ആമേൻ, വേളി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതെ, ഞാൻ അധികം നിന്ന് പറയുന്നില്ല, ഓടിച്ചു പോകുക. 24-ൽ വിവാഹം ഇസഹാക്കിൻ്റെ. 25-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കുടുംബ പശ്ചാത്തലം വീണ്ടും കാണുന്നു. അബ്രഹാമിനെ വേറൊരു സ്ത്രീയിൽ തലമുറകൾ ജനിച്ചതായിട്ടാണ് 25-ൽ. 26, 27 അധ്യായം ഇസഹാക്കിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഗരാരി പാർക്കുന്നതും ഫെലിസ്ത്യരെ മണ്ണിട്ട് നികത്തുന്നതും മറ്റു വിഷയങ്ങൾ. 27-ൽ ഇസഹാക്കിന് ഒരാഗ്രഹം, വല്ലതും കഴിച്ചേച്ച് മരിക്കണം, ഒന്ന് യാഗണം. സ്തോത്രം. 28-ാം അധ്യായത്തിലെ യാക്കോബിൻ്റെ ഓടിപ്പോക്കാം. സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞല്ലോ 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളുടെ ജനനം നടക്കുന്നത് 29-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതലാണ് യാക്കോബിന് പുത്രന്മാർ ജനിക്കുന്ന വിഷയം എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ ഓടിച്ചങ്ങ് പോവുക. ദൈവത്തിൻ്റെ മഹത്വം.
29-ാം അധ്യായത്തിന്റെ 31 മുതൽ വായിച്ചേ. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവിടെ ഗർഭഫലത്തെ ദൈവം തുറന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, 29-ാം അധ്യായത്തിന്റെ 31 മുതൽ 30-ാം അധ്യായത്തിന്റെ 24 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഗോത്ര പിതാക്കന്മാരെല്ലാം ജനിക്കുന്നത്. ഓരോരുത്തരെ പറ്റിയും എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. എന്നാൽ ഒന്നാമത്തെ മകൻ 33-ാം വാക്യം അല്ലല്ല 32-ന്റെ ഒടുവിൽ ചേർത്ത് വായിച്ചേ. അപ്പൊ ഒന്നാമത്തെ മകൻ രൂപൻ. ഇനി അതിന്റെ 33-ന്റെ ലാസ്റ്റ് വായിച്ചേ. രണ്ടാമത്തത് ശിമയോൻ. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത്തത് 34-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. ഇനി നാലാമത്തവൻ 35-ന്റെ ഒടുവിലത്തെ ഭാഗം യഹൂദ എന്ന്. അങ്ങനെ 4 മക്കൾ. ഇനി 5-ാമത്തത് 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 6-ാം വാക്യം. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ. ഇത് 5-ാമത്തെ ചെറുക്കൻ. ഇനി 6-ാമത്തത് 8-ാം വാക്യം. നഫ്താലി എന്ന് പേരിട്ടു. ഇനി 11-ാം വാക്യം 7-ാമത്തവൻ. അവന് ഗാദ് എന്ന് പേരിട്ടു. ഇനി 8-ാമത്തവൻ 13-ാം വാക്യം. അവന് ആശേർ എന്ന് പേരിട്ടു. ഇനി 9-ാമത്തവൻ 18-ാം വാക്യം. സ്തോത്രം. ഇനി 10-ാമത്തെ ചെറുക്കൻ 20-ാം വാക്യം. അവന് സെബുലൂൻ എന്ന് പേരിട്ടു. ഇനി 11-ാമത്തവൻ 23-ാം വാക്യം വായിച്ചേ. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. ഇങ്ങനെ 11 പിള്ളേര്. പിന്നെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ദീന. അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. നിങ്ങൾ ഇതിനകത്തൊരു പാഠം പഠിക്കണം. സഹോദരിമാർ ശ്രദ്ധിച്ചേക്കണം. ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ തങ്കച്ചായൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ജോൺസൺ പാസ്റ്ററുടെ മകന് ഒരാൺകുഞ്ഞിന് ദൈവം കൊടുത്തു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെ സഭയിൽ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ ഗർഭഫലം അടഞ്ഞു പോകാതെ ദൈവം തലമുറകളെ കൊടുക്കട്ടെ. സ്തോത്രം. ഈ 4 സ്ത്രീകളിൽ യാക്കോബിന് ജനിച്ച പിള്ളേരാ. അവരെ പറ്റിയായി വായിച്ചത് 29-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 30-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കലാപുലി പോലെ ഒരു 11 എണ്ണം. സ്തോത്രം. ഒന്നുകൊന്ന് മെച്ചവാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പിള്ളേർക്ക് പേരിട്ടതാരാ? ഒരൊറ്റ കൊച്ചന് പോലും യാക്കോബ് പേരിട്ടില്ല. ഈ പെണ്ണുങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു. പിള്ളേരെല്ലാം യാക്കോബിൻ്റെതാ. പക്ഷേ പേരിട്ടത് പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. പിണങ്ങിയാലും ഒന്നുമില്ല. മിക്ക ഇടങ്ങളിലും പിള്ളേരുടെ പേര് സെലക്ട് ചെയ്ത് ഉറപ്പിക്കുന്നത് ഭാര്യ വീട്ടുകാരാ. എല്ലായിടത്തും അലോക്യം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചിട്ട് വേണം. മൊത്തമല്ല ഞാൻ പറഞ്ഞത്. ചില ഇടങ്ങൾ അങ്ങനല്ലേ ഞാൻ പറഞ്ഞേ. അതെ, ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നപ്പോൾ ഒന്ന് ഭാര്യയുടെ വീട്ടുകാരൊരു പേരങ്ങ് നിർദ്ദേശിച്ചു. അടുത്ത ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും. അത് ന്യായം. ഇവിടെ 11 എണ്ണത്തിന് പെണ്ണുങ്ങളാ പേരിട്ടത്.
എന്നാ കാര്യകുമാറേ, ഒരവസരം പോലും കൊടുത്തില്ലെന്നുള്ളതാ. സ്തോത്രം. ഇനി അതിൻ്റെ ആത്മീക പാഠത്തിലേക്ക് ഞാൻ വരിക. ആത്മീക പാഠം, ഈ പേര് മുഴുവൻ നിർദ്ദേശിച്ചത് സ്ത്രീകളാണ്. ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള പോരനുസരിച്ചാ പേരിട്ടേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം ആ ഭാഗം. ഈ ചേട്ടത്തി അനിയത്തി കൂടെ കൊമ്പ് കോർക്കുക, അന്നേരം ഉണ്ടാകുന്ന കൊച്ചിന് കൊമ്പ് കോർക്കുന്ന വിഷയത്തിൽ ഒരു പേരിട്ട് രൂപൻ. ആ കിടക്കട്ട ഉണ്ടോ? നഫ്താലി, ഞാൻ എൻ്റെ സഹോദരിയോട് പൊരുതി കിടക്കട്ടെ. നഫ്താലി ഭയങ്കര പോരാ. ഞാനത് ഓരോ വാക്യങ്ങൾ എടുത്ത് പറയേണ്ടതാ. ദൈവം നിർദ്ദേശിച്ചൊരു പേരല്ല ഇടുന്നത്. എന്നാൽ അബ്രഹാമിനോടൊക്കെ ദൈവം പറഞ്ഞത് നീ ഇന്ന പേര് അവിടെ ഇടണം. ദൈവം പലരോടും പറഞ്ഞു നിനക്കൊരു തലമുറ തരും, അവൻ ഇന്ന പേര്. ഇവിടുത്തെ പേരൊന്നും ദൈവം പറഞ്ഞ പേരൊന്നും അല്ല. പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് പിടിച്ചുണ്ടാക്കിയ പേരാ ഇത് മുഴുവൻ. അതിൻ്റെ അപാകത ഞാൻ പറയാം. പിന്നീട് അങ്ങോട്ട് ചിന്തിച്ച് ഈ കൊച്ചുങ്ങളെല്ലാം പേര് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടക്കായിരുന്നു. സ്തോത്രം. പേര് പോലെ. നിങ്ങൾ പിന്നീട് പുസ്തകം വായിക്കുന്നില്ലല്ലോ, പിന്നെ അങ്ങനെ. വായിക്കുന്നില്ലല്ലോ, പിന്നെ അങ്ങനെ. നിങ്ങൾ പിന്നീട് അങ്ങോട്ട് ചരിത്തേ. മരുപ്രയാണത്തിലും കനാനിലുള്ള താമസത്തിലും അനന്തരം രാജസിംഹാസനം കിട്ടുകയും മുഴുവൻ ഓടക്കാം. എന്നാൽ കുഞ്ഞുങ്ങളെ ഗർഭത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവ് അവിടുന്ന് ഒരു പേര് നിർദ്ദേശിച്ച് തരണം എന്ന് ദൈവത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം അതെല്ലാം ക്രമീകരിച്ചേനെ. ഇതിങ്ങനെ പോരും കുശുമ്പും കുന്നായ്മയായിട്ടായി കൊച്ചുങ്ങളെ വളർത്തിയത്. അത് കൊച്ചുങ്ങൾ ഇത് കണ്ടാ വളർന്ന്. യോ, ഞാൻ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. മൂത്തവനെ ഒരിക്കൽ ജോലിക്ക് പോയപ്പോൾ അവന് കുറച്ച് ദൂതായിപ്പഴം കിട്ടി. ദൂതായിപ്പഴം അവനത് കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്തു. ലേയാമ്മയുടെ കയ്യിലിട്ടു. ദൂതായിപ്പഴം അമ്മയുടെ കൈ കൊടുത്തു. ദൂതായിപ്പഴം. അപ്പം ഇത് റാഹേല് കണ്ടു. റാഹേൽ ഉടനെ പറഞ്ഞു എനിക്ക് ആ ദൂതായിപ്പഴം എനിക്ക് തരാൻ. അപ്പോൾ ലേയ പറഞ്ഞു അങ്ങോട്ടൊന്നും തരത്തിൽ, നീ എൻ്റെ മോൻ്റെ ദൂതായിപ്പഴം കണ്ട്. ഈ ദൂതായിപ്പഴം ഏത് പഴമാണെന്നൊന്നും വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ലെങ്കിലും വേദശാസ്ത്രികൾ പറയുന്നത്, ഇതിനെപ്പറ്റി പഠിച്ചവർ പറയുന്നത് നിശാഗന്ധി പോലുള്ള ഒരു ചെടിയാണ്, അതിൽ നിന്ന് ലഭിക്കുന്നൊരു പഴമാണ്. ഇതിനൊക്കെ ഐതിഹ്യം ഒത്തിരി ഉണ്ട്. ഈ പഴം ആരേലും സ്ത്രീകൾ ഭക്ഷിച്ചാൽ വന്ധ്യത മാറും. എന്നാൽ 2 പഴം പാസ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കും കൊണ്ട്. അത് യഹൂദൻ്റെ കെട്ടുകഥയാ. അവരുടെ ഇടയിൽ ഒരു ഐതിഹ്യമാണ്. ദൂതായി പഴം വന്ധ്യതയുള്ള സ്ത്രീകൾ ഭുജിച്ചാൽ വന്ധ്യത മാറും. കാരണം ലേയായിക്ക് പിള്ളേര് കലാപുലി പോലെ 3-4 എണ്ണമായി. റാഹേല് സന്തതിയില്ല, മച്ചിയ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ രൂപൻ വയലിൽ ജോലിക്ക് പോയപ്പോൾ അവന് വയലിൽ വെച്ച് ദൂതായിപ്പഴം കിട്ടി. അപ്പം അത് ലേയയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോൾ ലേയ ദൂതായിപ്പഴം. അപ്പം റാഹേലിന് മനസ്സിലായടാ ഇത് കഴിച്ചാൽ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണല്ലോ ഐതിഹ്യം, കഥ, അങ്ങനെ ആണല്ലോ പാരമ്പര്യം. ആരാ എന്ന് ചോദിച്ചത്, എനിക്ക് ദൂതായിപ്പഴം. സ്തോത്രം. എന്നിട്ട് ലേയ പറഞ്ഞത് സാധ്യമല്ല. അപ്പം അതിൻ്റെ ഒരു നിബന്ധന വെച്ചു. ആ നിബന്ധനയിൽ കൂടി പിന്നീട് തലമുറയുണ്ടായി. അതും പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ മാനസികമായി നിന്റെ ബുദ്ധിക്കനുസരിച്ച് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഒടുവിൽ വിനയായിത്തീരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവമുഖത്തേക്ക് നോക്കി
സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ ആശ്രയിക്കണം. സ്തോത്രം. ഇവിടെ ആശ്രയം ദൈവത്തിലല്ല. ഒരു വീട്ടിൽ കിടന്ന് അങ്ങ് പോരും പ്രശ്നമാണ്. ബിൽഗേ, ശില്പേ, റാഖേൽ, ലേയായും എല്ലാം കൂടെ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിലായി കൊച്ചുങ്ങൾ ജനിച്ചത്. ആ കൊച്ചുങ്ങളും പ്രശ്നമാണ്. ഞാൻ ഇന്നാളും നിങ്ങളോട് പറഞ്ഞു, ഇന്നും പറയുന്നു, ഇനിയും പറയാം. ഒരു സ്ത്രീയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകുമ്പോൾ ദൈവം തരുന്നതാണ്. അന്നേരം ആ സ്ത്രീ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരുന്ന് പെന്തിക്കോസുകാരാകുന്ന നിങ്ങളോട് പറയാം, വചനധ്യാനവും പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും അങ്ങനെയുള്ള വിഷയങ്ങൾ, നല്ല സൽചിന്തകൾ ചിന്തിച്ച് നല്ല കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല കാര്യങ്ങൾ സംസാരിച്ച് ആ രീതി പോയാൽ അകത്ത് കിടക്കുന്ന കൊച്ച് സമയമാകുമ്പോൾ അതിനെ ദൈവം തരുമ്പോൾ അതും ആ നിലയിൽ വളരും. എന്നാൽ പോരും പടയും കുശുമ്പും കുഞ്ഞായ്മയായിട്ട് ആ കൊച്ച് ഉദരത്തിൽ ഉരുവാകുമ്പോൾ 9 മാസം അമ്മായിയമ്മയോട് കയറി കൊമ്പ് കോർക്കുക. ആ കൊച്ച് വെളിയിലോട്ട് വന്ന് അതിൻ്റെ ഈ ബിസ്ക്കറ്റ് കൊടുത്താൽ സൂക്ഷ അമ്മായിയമ്മയുടെ മുഖത്തൊട്ടെറിയും. സൂക്ഷ എറിഞ്ഞിരിക്കും. വെള്ളവും കുപ്പി എടുത്തിട്ട് ഒറ്റ കയറുക. അമ്മായിയപ്പൻ്റെ മോന്ത തിരിഞ്ഞ്. കാരണം ഈ കൊച്ച് വയറ്റി ജനിച്ചപ്പം മുതലേ ഈ തള്ള പോരും പടയായിട്ടാ കൊച്ചിനെ വളർത്തി. കൊച്ചിതെല്ലാം കേട്ട് അങ്ങനല്ലേ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. മറിയയുടെ മന്ദന് എലീശബത്ത് കേട്ടപ്പോൾ പിള്ള ഇത് അകത്ത് കിടന്ന് കേൾക്കുക. അതേസമയം നീ ആത്മിക ഗാനങ്ങൾ പാടി വചനം ധ്യാനിച്ച് പ്രാർത്ഥനയിൽ പൊരുതി ആത്മാവിൽ ബലപ്പെട്ട ഈ കൊച്ചു അങ്ങനെ തന്നെ വരും. സ്തോത്രം. കൊച്ചുങ്ങൾ ഈ 12 എന്തോ പ്രശ്നങ്ങളാണെന്നറിയാം. ഇവര് പേരിട്ടതെല്ലാം ഇങ്ങനെയുള്ള എല്ലാം കന്നാലിയുടെ പേരാ കൂടുതലും. മൃഗത്തോട് ബന്ധപ്പെട്ടല്ലേ. അപ്പം അനുഗ്രഹവും ശാപവും എല്ലാം കൊടുത്തപ്പോൾ അങ്ങനല്ലേ യഹൂദ ബാലസിംഹം കണ്ടോ? ആരെ കണ്ടാലും ചാടി വീഴും അല്ലേ. ഇസഖാർ അസ്ഥിബലമുള്ള കഴുത. നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന ഉണ്ടോ? എല്ലാം മൃഗത്തിൻ്റെ സ്വഭാവം. അതാ സ്വഭാവം അനുസരിച്ചാ. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി. അവൻ്റെ വെട്ടത്താർക്കും ചെല്ലാൻ ഒക്കുകയല്ല. സ്തോത്രം. എല്ലാം പ്രശ്നക്കാരാ. ഞാൻ അവിടെ നിന്ന് അധികം പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഷൂപാസ്റ്റർ മുമ്പേ പറഞ്ഞ പോലെ ക്ലോക്ക് നിങ്ങളാരും കാണാതിരിക്കാൻ ഇവിടെ വെച്ചിരിക്കുക. അപ്പം ഞങ്ങളത് കാണണമല്ലോ. അപ്പം ശ്രദ്ധിക്കുക. അപ്പം ഈ 10-11 പിള്ളേർ എല്ലാം. ഇനി അതിന് വേറൊരു ചിന്ത, ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ, ഈ യാക്കോബിന് ജനിച്ച പിള്ളേരിൽ ഒരൊറ്റ ചെറുക്കം മാത്രമേ കനാൻ നാട്ടിൽ ജനിച്ചതുള്ളൂ. ബാക്കി മുഴുവൻ കനാന് വെളി ജനിച്ചതാണ്. ഒറ്റയൊരുത്തൻ മാത്രമേ കനാൻ നാട്ടിൽ ജനിച്ചുള്ളൂ. ബാക്കി മുഴുവൻ കനാന് ജനിച്ചത് ആരാ? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ. വേറെ ദിവസം നിങ്ങൾ ലോസപ്പോ ഉറക്കെ പറ. ബെന്യാമീൻ മാത്രമേ കനാൻ നാട്ടിൽ വെച്ച് ജനിച്ചുള്ളൂ. നിങ്ങൾ ആ 35-ാം അധ്യായത്തിൻ്റെ 17-18 വായിച്ചേ. ആ ആ ആ ആ അതിന്റെ മുകളിലോട്ട് കയറി വായിക്കുമ്പോൾ ഇവർ എഫ്രാത്തിലെത്താൻ എന്നൊരു വാക്യമുണ്ട്. വായിച്ച് ചേർത്ത് വായിച്ചേ. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ അതാണ് ബെന്യാമീൻ. അപ്പൊ ബെന്യാമീൻ മാത്രമേ കനാൻ നാട്ടിൽ വെച്ച് ജനിച്ചതുള്ളൂ. ബാക്കി മുഴുവൻ കനാന് വെളിയില്ല. അതിൻ്റെ അറിയാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ നിന്ന് വേണം നമ്മുടെ സന്തതി ജനിച്ചാൽ ആ സന്തതിയും ദൈവകൃപയിൽ വളരും. സ്തോത്രം.
സ്തോത്രം. ഇനി അപ്പന്മാരോട് പറയാം, അപ്പന്മാരോട് നീ വഴക്കും ഗുസ്തി എല്ലാം ഉണ്ടാക്കി വടിവാളും മുമ്പേ പറഞ്ഞ പോലെ ഇടിയട്ടെ നെഞ്ചക്കും ഏതാ പലവിധ ആ രീതിയിലൊക്കെ ജീവിച്ച് വെറുക്കൂത്തിലും മദ്യപാനത്തിലും ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ട് വഴക്കും പുക്കാറുമായിട്ടൊക്കെ ജീവിച്ച് ആ നിലയിൽ പിള്ളേര് ജനിച്ചാൽ കൊച്ചുങ്ങളും ചുമ്മാ പോകുന്നതിന് ഒരു താങ്ങും. അവൻ വെറുതെ സൈഡിൽ കൂടെ പോയതാ കൊട്ടേഷൻ എന്താ അത് നമ്മൾ ഓർക്കും എന്നോടാ നീ കാണിച്ച ഇവനല്ല മറ്റേ പുള്ളിനെ ആ പിടികൂടേണ്ടത്. യവൻ മര്യാദക്കാരനാ, മനസ്സിലായോ? എന്നാൽ പ്രാർത്ഥനയിലും ആരാധനയിലും കൂട്ടായ്മയിലും ആത്മിക വിഷയത്തിൽ ആമ തീഷ്ണതയോടെ നിൽക്കുന്ന നീ നിനക്കൊരു സന്തതിയെ ജനിച്ചാൽ ഒരു 90% അവൻ ദൈവകൃപയിൽ മുതിർന്നു വരും. മക്കളാകുവാ തരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിൽ ഈ അസ്ത്രം. അങ്ങനെയാ യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമ്മുടെ സന്തതിയെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയോട് ബന്ധപ്പെട്ട് മറ്റ് ദൈവമക്കൾ പലയിടങ്ങളിലുണ്ട്. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ദോഷം വരാതിരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന്റെ മുമ്പോട്ട് പോകാം. അങ്ങനെ ഇവര് 30-ാം അധ്യായത്തിൽ ആ വിഷയം 31-32 അധ്യായങ്ങൾ യാക്കോബ് അമ്മാവിയപ്പൻ്റെ വീട്ടിൽ പാർക്കുക. ഒടുവിൽ അവിടുന്ന് തിരിച്ചു പോരുക. കുറേയേറെ വർഷങ്ങൾ അവിടെ പാർത്തു. അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് റാഗേൽ ഗൃഹബിംബം മോഷ്ടിച്ചു. യാക്കോബ് ഒട്ട് അറിഞ്ഞുമില്ല. ഈ ഗൃഹബിംബത്തെ പറ്റി പഠിപ്പിക്കുന്നത് ഈ ഗൃഹബിംബം ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം. അതാ റേച്ചൽ ഇത് അടിച്ചു മാറ്റിയത്. ഈ ഗൃഹബിംബം ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അവർക്കായിരിക്കും പിതാവിൻ്റെ സ്വത്ത് അവകാശം. അത് തന്ത്രപരമായിട്ട് റാഗേൽ അടിച്ചു മാറ്റി. യാക്കോബ് പറഞ്ഞില്ല, ലാബാന് പറഞ്ഞില്ല, ആര് പറയും? ഇത്രയും പേരുള്ള വീട്ടിൽ ഇത് അടിച്ചു മാറ്റാൻ എന്തോ കഴിവായിരുന്നല്ലേ. നമ്മളാകെ 3 പേരേ ഉള്ളൂ വീട്ടിൽ. എന്തെങ്കിലും ഒന്ന് മാറ്റി അങ്ങോട്ടും കൊണ്ട് വെക്കണേ നമ്മൾ ആകെ കടന്ന് സ്തോത്രം. അങ്ങനെ എന്ത് വെപ്രാളപ്പെട്ട നമ്മൾ അഥവാ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ യോശുവായിരുന്നെങ്കിൽ കൊച്ചിലെ അലമാര തുറക്കുമ്പോൾ ഓടി വരും. എന്നുവെച്ചാൽ അതിനകത്ത് മുട്ടായി ഉണ്ടെന്ന കുഞ്ഞിലെ മുട്ടായി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി മുട്ടായി കൊടുക്കുമല്ലോ. ഒരു ദിവസം ഒരു മുട്ടായി കൊടുക്കും. ഇപ്പം പിന്നെ കൈ കിട്ടുന്നതൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. കൊച്ചിലെ ഒരു മുട്ടായി, അത് സ്കൂളിൽ പോകുന്ന സമയത്ത് കുളിച്ചേച്ചൊക്കെ വന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് അലമാരി തുറക്കുമ്പോൾ ഒരു മുട്ടായി കൊടുക്കും. ബാക്കി അലമാരി ഞാൻ കഴിക്കത്തില്ല, പുള്ളിക്ക് തന്നെ, പക്ഷെ ഒന്നേ കൊടുക്കുകയുള്ളൂ. അപ്പം അത് തന്നെ നമ്മൾ എന്ത് സൂക്ഷിച്ചാ. അന്നേരം ഇത്രയും അംഗങ്ങളുള്ള ഈ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഈ ഗൃഹബിംബം അടിച്ചു മാറ്റണമെങ്കിൽ ഈ പുള്ളിക്കാരി ആരാ സൈസേ വളരെ ന്യൂട്രലാണ് അടിച്ച് ഒട്ടകക്കോപ്പിനകത്ത് കിട്ടും. ലാബാൻ ഈ വാർത്തയൊന്നും അറിയാതെ പുറകെ വന്നു. ലാബാൻ പുറകെ വന്നത് മമതയുണ്ടായിട്ട് വന്നതല്ല. ലാബാൻ്റെ ചിന്ത ഗൃഹബിംബം കാണുന്നില്ല. ഈ ഗൃഹബിംബം കാണാതെ വന്നാൽ ഇവരടിച്ചു മാറ്റെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ബിംബവുമായിട്ട് വന്നാൽ വീണ്ടും ഇത് മുഴുവൻ ഇവർക്ക് കൊടുക്കണം. അതിനാ പുള്ളി പുറകെ വന്നേ. അല്ലാതെ മരുമകനോടുള്ള മമത കൊണ്ടൊന്നും. വന്നപ്പം പറഞ്ഞു, നീ എന്നാലും എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ, എന്നാലും എൻ്റെ മരുമകനെ നീ അങ്ങനെ ചെയ്തല്ലോ, നീ എന്നാ ഇങ്ങനെ എന്നോടൊരു വാക്ക് പോലും പറയാതെ. പറയുമായിരുന്ന ഞാൻ വീണ, മുരജം, തമ്പുരു, കൈത്താളം, ഇലത്താളം ഒക്കെ വെച്ച് നല്ലൊരു സെൻറ്റോ മീറ്റിംഗ്. യാക്കോബ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പം വിവരിക്കുന്നില്ല. അതുകൊണ്ട് ലാഭം പറഞ്ഞാട്ടെ, നീ വെപ്രാളത്തിന് പോകുന്ന എൻ്റെ ബിംബം എന്തിനാ അടിച്ചു മാറ്റിയത്? അപ്പം ഈ ഗൃഹബിംബം ആരുടെയും പക്കലിരുന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ബിംബവുമായിട്ട് വന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുക്കണം. അപ്പോൾ യാക്കോബ് പറഞ്ഞു, കൂടാരമെല്ലാം കയറി പരിശോധിക്കാൻ പറഞ്ഞു. കൂടാരമെല്ലാം പരിശോധിച്ചു. ഒടുവിൽ
റാഹേൽ റേച്ചലിൻ്റെ കൂടാരത്തിൽ വന്നു. റേച്ചലിൻ്റെ കൂടാരത്തിൽ വന്നപ്പം റേച്ചൽ പറഞ്ഞ വാചകം നിങ്ങൾക്ക് അറിയാൻ, വേറെ പുസ്തകത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിലാണ് റേച്ചൽ അവതരിപ്പിച്ചത്. എന്തോ കൂർമ്മബുദ്ധിയാണെന്ന് ഓർത്തോണം. ആർക്കും ഒരു ഡൗട്ട്, ലാബാനും യാക്കോബിനും ഒട്ടും ഡൗട്ട് അടിക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥിതിക്ക് ഞാൻ ഇരിക്കുക. അപ്പോൾ ലാബാനും യാക്കോബിനും ഡൗട്ടില്ല. കാരണം ആവർത്തന പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ പിന്നത്തേതിലാന്നേലും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രമാണമുണ്ട്. അങ്ങനെ ഒരു വസ്തുവിന്മേലോ വ്യക്തികളുടെ മേലോ സാധനത്തിന്മേലോ ആ വിധത്തിൽ സ്പർശിച്ചാൽ അത് അശുദ്ധമായിരിക്കും. പോരാഞ്ഞിട്ട് ഗൃഹബിംബം ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരിക്കലും ഡൗട്ട് അടിക്കുകയല്ല, ഒരു കാരണവശാലും ഡൗട്ട് വരികയല്ല. എത്ര അതിവിദഗ്ധമായിട്ടാ. സ്തോത്രം. ഞാൻ ഓടിച്ചു പറയാം, ഇടയ്ക്ക് കയറി പറയുകയാ. അപ്പനോട് പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല. അപ്പനങ്ങ് കൂടാരം വിട്ടുപോയി. ഏത് വിഷയത്തിൽ റാഹേൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ആ 35 പിടികൂടുന്ന ദൈവം. അപ്പനോട് പറഞ്ഞ് എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല, കള്ളം പറഞ്ഞതാ. പക്ഷേ ദൈവം അത് കേട്ടു, കണ്ടു. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ 35 പിടികൂടി. കഠിനവേദന എന്നാ 35. വേദപഠിതാക്കൾ പറഞ്ഞത് രക്തം മാറുന്നു പോയിക്കൊണ്ടിരിക്കുക. അതാ പ്രാണൻ, ജീവൻ പോകുന്നു. രക്തത്തിലാണല്ലോ, രക്തം പോയിക്കൊണ്ടിരിക്കുക. രക്തം വാർന്ന് റാഹേൽ മരിക്കുന്നത്, കഠിനവേദന. അപ്പനോട് കള്ളം പറഞ്ഞു, പക്ഷേ ദൈവം അത് കുറിച്ച് വെച്ചു. ഇനി വേറൊരു കാര്യം കൊണ്ട് ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഭയമാണ് വരുന്നത്. ഞാൻ എന്നെ പ്രതിയാക്കിയ എനിക്ക് പേടിയാ. നിങ്ങളെ അല്ല ഞാനീ പറഞ്ഞത്, എനിക്ക് പേടിയാ. ഒരിക്കലും ഇവൾ യാക്കോബിനോട് പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നില്ലേ? ഞാൻ ചാകും. വായിച്ച വാക്യം 31 നീ എനിക്ക് മക്കളെ തന്നില്ലേ? റാഹേൽ യാക്കോബിനോട് പറഞ്ഞല്ലേ. ഞാൻ റവറൻസ് സംഘം മറന്നുപോയി, നിങ്ങൾ അറിയാവുന്നവരുന്ന് എടുത്ത് വായിച്ചു. 30 31 അതേത് അധ്യായം? 30 30ന്റെ പ്രാരംഭമാക്കി വായിച്ചേ. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം ഉണ്ടോ? ഈ ദൈവസന്നിധിയിലാന്നേലും വെറുതെ ആന്നേലും പറയാൻ വാക്ക് ശ്രദ്ധിച്ചോണം. നീ എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ തമ്പുരാനാണ്ട് കൊടുത്തു ഇവളെയും തീർത്തു. നിന്റെ നാവ് കൊണ്ടല്ലേ പറഞ്ഞ മക്കളെ തന്നില്ല ഞാൻ? തമ്പുരാൻ മക്കളെ കൊടുത്തു, പക്ഷെ ഇവക്ക് ജീവിച്ചിരിക്കാൻ ഒത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ പൊട്ടവർത്താനം ഒന്നും കയറി പറയരുത്. എൻ്റെ അമ്മാമ്മ എനിക്ക് ജീവിക്കണമെന്നേ വേണ്ട. തമ്പുരാൻ അത് കേട്ടു, നിന്നെ അധികം നാൾ വെച്ചോണ്ടിരിക്കുന്നില്ല. ശ്രദ്ധിച്ചേ. ചെലവിക്ക ഞാൻ എന്തിനാ ഇങ്ങനെ? തമ്പുരാൻ പറഞ്ഞ എന്നാൽ കട്ടിലേക്ക് കടന്നോ 15 കൊല്ലം. പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും. നീ പറ, എൻ്റെ ദൈവമേ, ഈ ഭൂമിയിൽ ജനിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ഈ വീട്ടിൽ ജനിക്കാൻ ഇടയായതിനായി സ്തോത്രം. ഈ കൃപയിൽ വന്നതിനായി സ്തോത്രം. തന്ന ആയുസ്സിനായി സ്തോത്രം. തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. ഞാനും നിങ്ങളുമെല്ലാം വളരെ ശ്രദ്ധിക്കണം. അന്നേരത്തെ അരിശത്തിന് കയറി സഹോദരിയോടുള്ള അസൂയയും ഭർത്താവിനോടുള്ള വെച്ചിരുത്തും കൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് കൊച്ചുങ്ങളെ തന്നില്ല ഞാൻ ചാകും. ഭീഷണിപ്പെടുത്തുക, ഞാൻ ചാകും. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ചത്താ വെറുതെ ആകത്തില്ല. എഴുതി വെച്ചത് എല്ലാം ഞാൻ എഴുതി വെച്ച് അറിയിക്കേണ്ടവര് എന്നാ നിങ്ങൾക്കെല്ലാവര്. സ്തോത്രം. ഞാൻ പാസ്റ്ററോട് എല്ലാ കാര്യവും പറയുമെന്നല്ല, പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നോടല്ല.
ഭീഷണിയാ. ദൈവം ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. യാക്കോബിനെ പേടിപ്പിച്ചു, നീ എനിക്ക് മക്കളെ തന്നില്ലേ? യാക്കോബൊന്നും മിണ്ടിയില്ല. തമ്പുരാൻ ഇത് കേട്ടു. കേട്ടച്ച് പറഞ്ഞു, മക്കളില്ലാത്തതല്ലേ പക്ഷേ, മക്കളെ ഞാൻ തരും, പക്ഷെ നിന്റെ ആയുസ് ഞാൻ ഇനി എടുക്കും എന്ന് പറഞ്ഞാൽ നിന്നെ അധിക നാളിനിയും വെച്ചോണ്ട്, നിന്റെ നാവ് കൊണ്ടല്ലേ പറഞ്ഞ ഞാൻ ചാവുമെന്ന്. ആട്ടെ, നിന്റെ ഇഷ്ടം തന്നെ. സ്തോത്രം. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലാന്നേലും ഭാര്യയോടാന്നേലും ഭർത്താവിനോടാന്നേലും മക്കളോടാന്നേലും ചിലപ്പോൾ നിസാരമായിട്ടായി പറയുന്നത്, അത് അവസാനം വിനയാകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീട്ടിൽ നിന്ന് എവിടെയും അങ്ങ് പോയാ മതി. അവസാനം തമ്പുരാൻ പറയും, നിന്റെ ആഗ്രഹമല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ തലയ്ക്ക് കിറുക്ക് ഇറങ്ങിപ്പോയി, എവിടാന്ന് പോലും ഒരു പിടിയില്ല. നിങ്ങൾ, ഞാൻ തെളിവ് തരാം 100 കണക്കിന്. നിന്റെ നാവ് കൊണ്ടാണ് നീ പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് എവിടെയും പോയാ മതി. അന്നേരം കൊച്ചുങ്ങളെ ദൈവം മാനിച്ചു. കാനഡയിലും അമേരിക്കയിലൊക്കെ വിട്ട് പിള്ളേർക്ക് ചുറ്റുപാടായി, വീടായി, ചുറ്റുപാടാ. അന്നേരം നിനക്ക് വട്ടുവായി. നീയല്ലേ പണ്ട് പറഞ്ഞ എവിടെയും പോയാ മതി. തമ്പുരാൻ പറഞ്ഞ ആ പണ്ട് പറഞ്ഞ ഇപ്പോഴും കിടപ്പുണ്ട്, പൊക്കോ. അവസാനം മനോരമ ഫോട്ടോ കാൺമാനില്ല, ഒരു ഫോട്ടോ കാൺമാൻ ഇല്ല. തങ്കമ്മ തോമസ് 73 വയസ്സ് മിസ്സിംഗ്. കണ്ടു കിട്ടുന്നവർ താഴെയുള്ള പോലീസ്, അവരുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. തക്കതായ പാരിതോഷികം കിട്ടത്തില്ല. തങ്ക കിട്ടുകയല്ല, തങ്ക കിട്ടത്തില്ല. തങ്ക പണ്ട് പറഞ്ഞതാ, എനിക്ക് എവിടെയും അങ്ങ് പോയാ മതി. ഇപ്പൊ അവന്റെ വീടായി, ചുറ്റുപാടായി, പിള്ളേർക്ക് വണ്ടിയായി. തങ്കയില്ല. നിന്റെ നാവാ നിനക്ക് ദോഷം വെച്ചത്. നീ പറ, ഈ കൃപയിൽ വന്നതിനായി സ്തോത്രം, യേശുവിനെ അറിഞ്ഞതിനായി സ്തോത്രം, ഈ മാർഗത്തിൽ വന്നതിനായി സ്തോത്രം, ദൈവം എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം, തന്റെ കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. എന്റെ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങൾക്കുമുള്ള ദൂത, സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം.